ഡെലിവറൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബന്ധനം അഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ആ ഒരു സംശയം ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഇത്ര നാൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ അഴിഞ്ഞോ എന്നുള്ള ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വരും. ശരിക്കും നമ്മൾ ഫ്രീ ആയോ? ഡെലിവറൻസിൽ നമ്മൾ ഫ്രീ ആയോ എന്നുള്ളതാണ് അല്ലെ ക്രിസ്തുവില്. അതെ. ബന്ധനം പൂർണ്ണമായും അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയാത്ത ഒരാൾ ഡെലിവറൻസ് കഴിഞ്ഞാലും അയാളിൽ പിന്നെയും ബന്ധനം ഉണ്ടാവും. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നത് വരെ ശിഷ്യന്മാരെ പോലും പിശാച് അവസാനം വരെയും വഴിതെറ്റിച്ചുകൊണ്ട്. ശരിയാണോ? പത്രോസിനെ തെറ്റിച്ചു, പിശാച് അവരെ പതിര് പോലെ പാറ്റി എന്നാണ് പറയുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം അവരെ പിശാച് ഉപദ്രവിക്കാൻ അധികം പറ്റിയില്ല. അപ്പോൾ ഒരു വ്യക്തി ഡെലിവറൻസ് കഴിഞ്ഞ് ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുന്നത് വരെ ആ വ്യക്തിയുടെ ഡെലിവറൻസ് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡെലിവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറായി. വിനീത് ഇന്നത്തെ ദിവസം ഡെലിവറൻസ് കിട്ടി, സ്പിരിറ്റ് മൊത്തം ഔട്ടായി, നല്ല ഫ്രീ ആയി, ബോഡിയെല്ലാം ഫ്രീ ആയി. പക്ഷെ വിനീത് പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ഒരു കാരണവശാലും വിനീത് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നില്ല. ആ കൃപ പ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എളിമപ്പെട്ട് വിധേയപ്പെട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ കൃപയാൽ നിറയാനിടയായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, പിന്നെ പിശാച് അവനിൽ കയറാനും പറ്റത്തില്ല, അവനിൽ ബന്ധനം ഉണ്ടെന്ന് നമുക്കൊരിക്കലും പറയാനും പാടില്ല. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഞാൻ പരിശുദ്ധാത്മാവിലാണ്, ഡെലിവറൻസ് എനിക്ക് പൂർണ്ണമായി, എന്നാൽ എൻ്റെ ശരീരത്തിൽ എനിക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മേഖല, എൻ്റെ ജോലി, സാമ്പത്തിക മേഖല, ആരോഗ്യത്തിൻ്റെ മേഖല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെങ്ങനെ വിടുതലുണ്ട് എന്ന് അതായത് നമുക്ക് സ്പിരിറ്റ് ഒരാളിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ പരിശുദ്ധാത്മാവിൽ നിറയുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളിനെ ഏറ്റവും കൂടുതൽ ഈ ക്രൂശിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. എൻ്റെ ചോദ്യം, ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അയാളിൽ എന്താണ് ഫസ്റ്റ് ചെയ്യുന്നത്? ക്രിസ്തുവിലേക്ക്, ക്രൂശിലേക്ക് അയാളെ കൊണ്ടുപോകും. ക്രൂശ് മരണം എന്തിനു വേണ്ടി, എന്തിനാണ് ക്രൂശിൽ മരിച്ചത്, ഇത് അയാളെ പഠിപ്പിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് ഒരാളിൽ ഫസ്റ്റ് വന്നാൽ ചെയ്യുന്നത്. ഈ ക്രൂശിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ രക്ഷ എത്ര വലുതായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തും. ഈ രക്ഷ, അങ്ങനെയാണ് ഈ രക്ഷിക്കപ്പെടുക, രക്ഷ അനുഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു എന്തൊക്കെ കൽപ്പന നീ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ വിശ്വസിക്കും, സ്നാനമേൽക്കേണ്ട വരും. ഇതെല്ലാം കഴിഞ്ഞ് അവൻ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാണെങ്കിൽ അവനിൽ ഒരിക്കലും ഈ പറയുന്ന കണക്കുള്ള ബന്ധനമൊന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെ ഇല്ലെന്നറിയാം. ഇവനിൽ ഇപ്പോഴും ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഫോഴ്സ് അവനിലുണ്ടാവും, ആത്മസന്തോഷത്തിലായിരിക്കും, അവന് സുവിശേഷം എപ്പോഴും ഇഷ്ടമായിരിക്കും. മറ്റേത് പിശാചാണ് നമ്മുടെ ദേഹത്തെങ്കിൽ നമ്മളെ വചനം കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർക്ക് ഡെലിവറൻസ് ചെയ്യുന്ന ആളുടെ വീഡിയോ കാണുമ്പോൾ, ഡെലിവറൻസ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ കാണുമ്പോൾ ഒരു വെറുപ്പ് ഫീൽ ചെയ്യും. അത് ആ വ്യക്തിയുടെ അകത്തിരിക്കുന്ന സോളാണ്. ആ സോളിന് ഈ ഡെലിവറൻസ് ചെയ്യുന്ന ആളിനെ ഇഷ്ടമല്ല. ആ സോളാണ് ഈ വെറുപ്പ് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൻഡിഡേറ്റ് ആരാണോ, ഡെലിവറൻസ് ചെയ്യുന്ന ആളെ കാണുമ്പോൾ ഉമ്മർക്ക് വേറെ തൊഴിലില്ല, നടക്കുവാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് അയാളുടെ അകത്തിരിക്കുന്ന സോള് ഡെലിവറൻസിനെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടാൻ ആ ബോഡിയിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്ത കാരണം അവന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറൻസിനോട് പുച്ഛം തോന്നും. സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സുവിശേഷം കേൾക്കാൻ താല്പര്യം കാണത്തില്ല. സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ പേഴ്സണൽ പ്രയർ നമ്മളിൽ ഒട്ടും കാണത്തില്ല. പേഴ്സണൽ പ്രയറിനെ വിടത്തില്ല. നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ നെഗറ്റീവ് സ്പിരിറ്റ് നമ്മളിലുണ്ട്. ഭൗതിക ജീവിതത്തിൽ ആ സമയത്തിൽ നമുക്ക് ഇപ്പോൾ സാലറി, മന്ത്ലി സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കണക്കായിരിക്കും, മൊത്തം അടിച്ചു പൊട്ടിക്കും. അയാൾക്ക് ഓട്ടസഞ്ചിയായിരിക്കും. നെഹമ്യാല് പറയും ഓട്ടസഞ്ചിയായിരിക്കും. പറഞ്ഞു മനസ്സിലായി? അയാൾ ഉണ്ടാകും, ഓട്ടസഞ്ചി, ഒരു ബാങ്ക് ബാലൻസും ഉണ്ടാകത്തില്ല. കാരണം അയാളുടെ തലച്ചോറ് കംപ്ലീറ്റ് ഈ സ്പിരിറ്റ് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, മൊത്തം വേസ്റ്റാക്കി കളയും.
അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കൂട്ടുകാർ ചോദിച്ചു അവിടെ കൊടുത്ത് അടുത്തവൻ ചോദിച്ചു അവിടെ കൊടുത്ത് മൊത്തം നശിപ്പിക്കും. പക്ഷേ ഈ ഡെലിവറൻസ് ആയിരിക്കുന്ന വ്യക്തികൾ വസ്തുക്കൾ മേടിക്കുന്നു അല്ലെങ്കിൽ വീടുകൾ വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവനെ ദൈവാത്മാവ് അവനെ ഉയർത്തുക. ഇവൻ കണ്ണു കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു ബിസിനസ് സ്ഥാപനം ഇട്ടിരിക്കുന്ന ഒരാൾ, അയാൾ ബ്ലെസ്സിങ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സ് മൊത്തം ഇടിച്ചു കയറും. അതിനപ്പുറത്തെ കടക്കാരൻ ഇരുന്ന് ഇവൻ എന്ത് ചെയ്തിട്ടാ ഇവ ഇങ്ങനെ ഉയരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലെസ്സിങ് അപ്പോൾ യേശു ക്രിസ്തു പാർഷ്യാലിറ്റി കാണിക്കുന്നതെന്നാണോ അർത്ഥം? അല്ല. ഈ സ്പിരിറ്റിന് അനുഗ്രഹത്തെ തടയാൻ പറ്റുന്നില്ല. ഇവൻ അനുഗ്രഹം തലയ്ക്ക് മേളിൽ മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്പിരിറ്റിന് എന്ത് ചെയ്യാം? അനുഗ്രഹത്തെ തടയാൻ പറ്റുന്നില്ല. ഇവൻ എന്തിട്ടാലും വിജയിക്കുക. അങ്ങനെയാണ് ഇവർ ധ്യാനം കൂടി ഉയർന്നു എന്ന് പറയുന്നത്. അതതിൻ്റെ കാരണം. അങ്ങനെ ഉയരുന്നത്.